ക്യാൻസറിനെതിരെ ഒരുമിച്ച് പോരാടാം എന്ന സന്ദേശവുമായി പാലാ നഗരം നാളെ വാക്കത്തോണിന് സാക്ഷ്യം വഹിക്കും. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് മാർസ്ലീവ മെഡിസിറ്റി പാലായും രാമപുരം മാർ അഗസ്തീനോസ് കോളേജും സംയുക്തമായാണ് ബോധവൽക്കരണ വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. ഈ മാസം 4-ാം തീയതി പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് മെഡിസിറ്റിയിലേക്ക് മെഡിസിറ്റിയും അതുപോലെ തന്നെ രാമപുരം മാർ അഗസ്തീനോസ് കോളേജും സംയുക്തമായി ഒരു വാക്കത്തോൺ സംഘടിപ്പിക്കുകയാണ്. ഫെബ്രുവരി 4 ബുധനാഴ്ച രാവിലെ 7:45 പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് വാക്കത്തോൺ ആരംഭിക്കും. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ് കുമാർ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യും. രാമപുരം സെന്റ് അഗസ്റ്റിൻ ഫൊറാന പള്ളി വികാരി റവറന്റ് ഫാദർ ബർക്കുമാൻസ് കുന്നുംപുറം അനുഗ്രഹ സന്ദേശം നൽകും. ഈ ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് മാർസ്ലീവ മെഡിസിറ്റി പാലായുടെ മാർസ്ലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററും രാമപുരം മാർ അഗസ്തീനോസ് കോളേജും ചേർന്ന് ഒരു ബോധവൽക്കരണ സന്ദേശവുമായിട്ടാണ് വാക്കത്തോൺ 2026 ഫെബ്രുവരി 4-ാം തീയതി ബുധനാഴ്ച രാവിലെ 8 മണിയോടുകൂടി 7:45 സംഘടിപ്പിക്കുക. അന്നേ ദിവസം രാവിലെ 7:45 പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന വാക്കത്തോണ് 8 കിലോമീറ്ററോളം ദൂരം പിന്നിട്ട് മാർസ്ലീവ മെഡിസിറ്റിയിൽ ചെർപ്പുങ്കിൽ എത്തിച്ചേരുന്നതാണ്. അന്നേ ദിവസം തുടക്കത്തിൽ MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ് കുമാർ സാറ് വാക്കത്തോൺ 2026 ഫ്ലാഗ് ഓഫ് ചെയ്യും. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഫൊറാന ചർച്ച് വികാരി റവറന്റ് ഫാദർ ബർക്കുമാൻസ് കുന്നുംപുറം അച്ഛന് അനുഗ്രഹ സന്ദേശം നൽകും. ഏകദേശം 8 കിലോമീറ്റർ ദൂരം പിന്നിടുന്ന വാക്കത്തോണിന് മുത്തോലി ജംഗ്ഷനിൽ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. വാക്കത്തോണിന്റെ ഭാഗമായി ക്യാൻസർ അവബോധ ഹാൻഡ്ബുക്ക് പ്രകാശനം, സൗജന്യ AI മാമോഗ്രാം പ്രോഗ്രാം പ്രഖ്യാപനം എന്നിവയും നടക്കും. പൊതുസമൂഹത്തിന് നൽകുകയാണ്, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയ്ക്കാണ്. അവരാണ് നാളത്തെ ഭാവി. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ക്യാൻസറിനെ കുറിച്ച് അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ രാമപുരം മാർ അഗസ്തീനോസ് കോളേജിന് ഒരു ലീഡർഷിപ്പ് എടുക്കും. ആ ലീഡർഷിപ്പിലൂടെ എല്ലാ യുവജനങ്ങളിലേക്കും നമ്മുടെ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിലെ ആളുകളുടെ ഇടയിലേക്ക് ഒരു വലിയ സന്ദേശം ചെല്ലുന്നത്. രാമപുരത്തിന് അങ്ങനെ ഒരു ലീഡർഷിപ്പ് എടുക്കാൻ സാധിക്കുന്നത് സാമൂഹിക പ്രതിബദ്ധതയും രാമപുരം കോളേജ് എന്നും മുമ്പിലാണ്. ഒരു കാലത്ത് ഈ രക്തദാനത്തിൽ രാമപുരം കോളേജായിരുന്നു ഏറ്റവും മുമ്പിൽ നിന്നിരുന്നത്. ഇപ്പോഴും ആ തരത്തിൽ ആ പാരമ്പര്യം പിന്തുടരുന്നുണ്ട്. അതുപോലെ തന്നെ വീട് നിർമ്മിച്ചു നൽകുക, അങ്ങനെയുള്ള ഒരുപാട് സാമൂഹിക കാര്യങ്ങളിൽ രാമപുരം കോളേജ് മുമ്പിൽ നിൽക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യവും ചെയ്യാൻ മെഡിസിറ്റിയോട് ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുരാലയം ഇതിനോട് ചേർന്നിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. രാമപുരം മാർ അഗസ്തീനോസ് കോളേജിലെ 200ഓളം വിദ്യാർത്ഥികൾ ബോധവൽക്കരണ പ്ലക്കാർഡുകളുമായി പരിപാടിയിൽ അണിനിരക്കും. വാക്കത്തോണിന് മുന്നോടിയായി ഊർജ്ജസ്വലമായ ഒരു വാമപ്പ് സൂംബ ഡാൻസും ക്രമീകരിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 10:30 മാർസ്ലീവ മെഡിസിറ്റിയിൽ സമാപിക്കും. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് അതിന്റെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് പൂർണ്ണമായി മാറ്റാം എന്നുള്ള സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ബേസിക്കലി നമ്മളിപ്പോൾ ഈ വർഷത്തോടെ നമ്മൾ മാർസ്ലീവ മെഡിസിറ്റിയിൽ എല്ലാ ക്യാൻസറിന്റെ പൂർണ്ണ ട്രീറ്റ്മെന്റ് എല്ലാം ഉണ്ട്. അതായത് ബേസിക്കലി സർജിക്കലായാലും അത് റേഡിയേഷൻ ആയാലും അത് ക്യാൻസർ ഏർലി സ്റ്റേജ് ആയാലും തുടക്കത്തിൽ കണ്ടുപിടിക്കാനുള്ള ബെഡ് സ്കാനും അത് ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റും പൂർണ്ണമായി വളരുന്നുണ്ട്. അതുപോലെ നമുക്ക് റേഡിയേഷൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ പുതിയ ടെക്നോളജിയുള്ള മെഷീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ട്യൂമർ മാത്രം എടുത്ത് അതിലേക്ക് മാത്രം റേഡിയേഷൻ കൊടുക്കാൻ പറ്റുകയും അതുപോലെ സൈഡിലുള്ള നോർമൽ അല്ലാത്ത ക്യാൻസർ അല്ലാത്ത ടിഷ്യൂവിന് കൊല്ലാതെ ആ കറക്റ്റ് ക്യാൻസറിലേക്ക് മാത്രം ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആധുനിക മെഷീനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ക്യാൻസറിന്റെ ഏർലി സ്റ്റേജ് ഒരു മില്ലിമീറ്റർ 1 സെന്റിമീറ്റർ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട പെറ്റ് സ്കാനും ഉണ്ട്. അതും ഡിജിറ്റൽ പെറ്റ് സ്കാനാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കീമോതെറാപ്പികളാണെങ്കിൽ തന്നെ നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങി എല്ലാ ഡിജിറ്റൽ തെറാപ്പി തുടങ്ങി എല്ലാ തെറാപ്പിയും നൂതനമായ ആധുനികമായ എല്ലാ തെറാപ്പികളും നമ്മളവിടെ മാർസ്ലീവ ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. അതുപോലെ സർജിക്കലാണെങ്കിൽ പോലും നമ്മൾ ലിംഫ് നോഡ് ഡിസെക്ഷൻ ആണ് സാധാരണ പണ്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ക്യാൻസർ വന്ന് ഫസ്റ്റ് സ്പ്രെഡ് ആവുന്നത് ലിംഫ് നോഡിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലിംഫ് നോഡ് ചെയ്യാതെ നമുക്ക് പുതിയ ടെക്നോളജി വെച്ച് പുതിയ ഗാമ ക്യാമറ വെച്ച് കറക്റ്റായിട്ട് എവിടെയാണോ ക്യാൻസർ പോകാൻ സാധ്യതയുള്ള ആ ലിംഫ് നോഡ്സ് മാത്രം സെലക്റ്റീവായി ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി വരെ നമുക്ക് ഇപ്പോൾ മാർസ്ലീവ അവൈലബിൾ ആണ്. ഇതുപോലെ ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയും ഈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് അവർ തന്നെ മനസ്സിലാക്കണം എങ്ങനെയാണ് ക്യാൻസർ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ. ആ സിംറ്റംസ് വരുമ്പോൾ തന്നെ അവർ ഡോക്ടറെ കാണിക്കാനും അത് ക്യാൻസറിനോട് ഭയം മാറ്റാൻ വേണ്ടി. ഈ ക്യാൻസറിനോട് പേടി കാരണമാണ് ജനങ്ങൾ യൂഷ്വലി ഒരു ഹോസ്പിറ്റലിൽ വരാൻ ലേറ്റ് ആവുന്നത് ഏത് ക്യാൻസറും.
അപ്പോൾ നമുക്ക് അവർക്ക് ആ പേടി മാറ്റണമെങ്കിൽ അവർക്ക് മനസ്സിലാക്കേണ്ടത് എന്താ, സ്റ്റേജ് 1 അത് ഏർലി സ്റ്റേജ് കണ്ടുപിടിച്ച് നമുക്കത് 100% ക്യൂർ ഉള്ള അസുഖമാണ് ക്യാൻസർ എന്നുള്ള ഒരു മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയാണ് ബേസിക്കലി രാമപുരം കോളേജും നമ്മളും കൂടി ചേർന്ന് വാക്കത്തോൺ കണ്ടക്ട് ചെയ്യുന്നത്. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നും പ്രസ്തുത ദിവസം രാവിലെ 7:45 വാക്കത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. പറഞ്ഞ പോലെ തന്നെ അവിടെയുള്ള ഇനിഷ്യൽ ക്യാൻസർ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശം നൽകലും സൂമ്പ പോലെയുള്ള ചടങ്ങുകൾക്ക് ശേഷമാണ് വാക്കത്തോൺ തുടങ്ങുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാൻഡിൻ്റെ ഈ സൈഡ് വഴി പോയിട്ട് മുത്തോലിയോട് ചേർന്ന് പോയി ചേർന്നിട്ട് ടൗൺ കൂടിയാണ് മാസ്റ്റർ മെഡിസിറ്റിയിലേക്ക് വാക്കത്തോൺ എത്തിച്ചേരുക. ഇതിൽ ഉടനീളം 8ഓളം റിഫ്രഷ്മെന്റ് സെന്ററുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ഡോക്ടർ അസിസ്റ്റ് ചെയ്യുന്ന ഒരു അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് സംവിധാനങ്ങളോട് കൂടിയ ഒരു ആംബുലൻസ് സംവിധാനവും ഈ വാക്കത്തോണിനെ അനുഗമിക്കുന്നതാണ്. ഡോക്ടർ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ അവിടെ വെച്ച് തന്നെ കറക്റ്റ് ചെയ്ത് പോകാനുള്ള സംവിധാനം നമുക്കുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നേരത്തെ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ജീവിതശൈലി രോഗമല്ല എങ്കിൽ കൂടിയും ജീവിതശൈലിയിൽ വരുത്താവുന്ന മാറ്റങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ നടത്തം പോലെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ബോഡി എത്രത്തോളം ഫിറ്റ് ആയിട്ടിരിക്കുന്നോ അത്രത്തോളം നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുകയാണ്. അതുപോലെ തന്നെ പല തരത്തിലുള്ള അസുഖങ്ങളും വരാതിരിക്കാൻ നമ്മളതിനെ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കോളേജ് സ്റ്റുഡൻസ് എന്ന് എല്ലാവരും ചിന്തിക്കാം. പലതരത്തിലുള്ള ലഹരിക്ക് അടിമയാകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹമാണ് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള പലപ്പോഴും ക്യാൻസറുമായിട്ട് എന്താ ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നത് തന്നെ ഈ സിറിഞ്ച് ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്ന വഴി ഉണ്ടാകുന്ന പലതരത്തിലുള്ള ക്രോണിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസും പിൽക്കാലത്ത് ക്യാൻസറായിട്ട് പരിണമിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാനുള്ള കൂടുതലായിട്ടുള്ള സന്ദേശങ്ങൾ ക്യാൻസർ തെറാപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സന്ദേശത്തിൽ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിനെ പറ്റിയുള്ള അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. കുടുംബങ്ങളിലേക്ക് എത്തിക്കാനും അവർ ഉൾപ്പെടുന്ന മറ്റ് യങ്ങർ ജനറേഷനിലേക്ക് എത്തിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ മെഡിസിറ്റിയും രാമപുരം കോളേജും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകളെയും ഇത്തരത്തിൽ എന്താ പറയുക ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തമ്മിൽ എല്ലാവരെയും എത്തിക്കാനും മീഡിയയ്ക്കും ഈ പറഞ്ഞ പോലെ ഇത് വീക്ഷിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ മാസ്റ്റർ മെഡിസിറ്റിയും രാമപുരം കോളേജും ഇതിനായിട്ട് പ്രതീക്ഷിക്കുകയാണ്. നമ്മളൊരു തുടക്കമാണ്, ഒരു ക്യാമ്പയിനാണ്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലോകത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അസുഖമായിട്ട് ക്യാൻസറാണ്. അതുകൊണ്ട് ഒരു ക്യാമ്പയിനാണ്. എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളുടെ പേടി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെക്ക് ചെയ്യാറുണ്ട്. അതിനുള്ളൊരു ശ്രമം നമ്മൾ ആരംഭിക്കുന്നു. പാലായിൽ ഇത്തരത്തിലുള്ളൊരു ശ്രമം ആദ്യമായിട്ടാണ് പബ്ലിക്കായിട്ടാണ് നടത്തുന്നത്. അത് തുടർ ക്യാമ്പയിൻസ് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നു. മാസ്റ്റർ മെഡിസിറ്റി വളരെ ശ്രദ്ധേയമായ രീതിയിൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തുടർ പ്രവർത്തനം ഉണ്ടാകും. തുടക്കമായിട്ട് ഇതിനെ കാണണം. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും വലിയ പ്രോത്സാഹനം പിന്തുണയും നൽകുന്നുണ്ട്. അത് ഇനിയും തുടരണം. ആ പ്രോഗ്രാമിൽ നിങ്ങൾ അത്യന്തം പങ്കെടുക്കുകയും അത് കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ പ്രോഗ്രാം വിജയിപ്പിക്കാനുള്ള എല്ലാ സഹായം നൽകുകയും ചെയ്യണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് യുണൈറ്റഡ് ബൈ യൂണിക് എന്ന സന്ദേശവുമായി നടത്തുന്ന ഈ വാക്കത്തോണിന്റെ പ്രധാന ലക്ഷ്യം.